എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച 1201 ആണ്ട് ചിങ്ങമാസം 22 തീയതി 7/9/2025. എല്ലാവരും ഓണമെല്ലാം കഴിഞ്ഞ് അതിന് ആലസ്യത്തിലിരിക്കുകയാണ്. ഇന്ന് ഗുരുക്കന്മാരെയൊക്കെ നമിക്കുന്ന ഒരു ദിവസമാണ്. വളരെ ഒരു സമചിത്തത ഒക്കെ എല്ലാവർക്കും വന്ന ഒരു ദിവസമാണ്. ഒരുപാട് അധ്വാനത്തിന് ശേഷം വിശ്രമിച്ച് കൊതി തീർന്ന ഒരു ദിവസമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് വരാം. അതിനു മുമ്പായി നമുക്ക് ഈ ആഴ്ചത്തെ ഫലം ഒന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ആഴ്ച മേടക്കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു ഫലമായിരിക്കും കാണുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാലം. പ്രതീക്ഷകളുടെ ഒരു വാരമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന തൊഴിലുകളെല്ലാം പുനരാരംഭിക്കുവാനും കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും സാമ്പത്തികമായി സഹായങ്ങൾ ലഭിക്കുവാനും ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കും. തിരക്കേറിയ ഒരു വാരമായിരിക്കും ഇത്. അതേപോലെ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സമാധാനം കാണുന്നു. ചില അസുഖങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ ശാന്തമായി പോകുന്നതാണ്. തലവേദന, ബ്ലഡ് പ്രഷർ, ഷുഗർ ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ ഒന്ന് അധികരിക്കാൻ സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉള്ള ആശ്വാസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി കാണുന്നു. അതുപോലെ സന്താനങ്ങളെ കൊണ്ട്, കുടുംബത്തെ കൊണ്ട് ഒക്കെ അനുകൂലമായ ഒരു സമയമാണ്. അവരെല്ലാം നമുക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും തരുന്ന ഒരു വാരമായിരിക്കും ഇത്. ഈ ആഴ്ച ഏറ്റവും സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കടുത്ത ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് വളരെ ആശ്വാസകരമായൊരു വാരമായിരിക്കും ഇത്. ഉദ്ദേശങ്ങൾ പലതും നടക്കാൻ സാധ്യതയുണ്ട്. ആലസ്യത്തിൽ കിടന്ന കാര്യങ്ങളെല്ലാം ഊർജ്ജസ്വലമാകാനായി സാധ്യതയുണ്ട്. നമ്മുടെ തന്നെ അലസത ഒന്ന് മാറുന്നതാണ്. അതേപോലെ എഴുത്തുകാർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ പിതൃസ്മരണയ്ക്ക് പറ്റിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് പിതൃക്കൾ നമ്മുടെ കറുത്ത വാവ് ദിവസം വരുന്നത് പോലെ ഇന്ന് പിതൃസാന്നിധ്യം വരുന്ന ഒരു ദിവസമാണ് നമുക്ക് സ്പിരിച്വലായിട്ട്. അതുകൊണ്ട് പിതൃഭക്തി, പിതൃക്കളെ അനുസ്മരിക്കുക, ബലി അർപ്പിക്കുക, പിതൃക്കൾക്കായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ച് കുറച്ച് ഉണ്ടായിരുന്ന ആകാംക്ഷകൾക്ക് ഒരു പരിധിവരെ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു വാരമായിരിക്കും. ശാസ്ത്രീയമായ തലത്തിൽ ഏർപ്പെടുന്നവർക്ക്, കലാകാരന്മാർക്ക്, സംഗീതത്തിൽ ഏർപ്പെടുന്നിരിക്കുന്നവർക്ക്, സിനിമാ രംഗത്ത് ഏർപ്പെടുന്നവർക്ക്, കലാരംഗത്ത് ഏർപ്പെടുന്നവർക്കൊക്കെ വളരെ പ്രതീക്ഷയുള്ള ഒരു സമയമായിരിക്കും. അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഏതായാലും ഈശ്വര അനുഗ്രഹത്തോടുകൂടി, ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസത്തിലൂടെ മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ വാരഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഈ വാരം വളരെ അനുകൂലമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത് സഫലമാകുന്നതാണ്. ഉദ്യോഗത്തിനായി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അതിനനുകൂലമായൊരു സാഹചര്യം വന്നു ചേരുന്നതായി കാണുന്നു. അതേപോലെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ചില പ്രതീക്ഷകൾ കൈവരുന്നതായി കാണുന്നു. വസ്തു സംബന്ധമായ തർക്കങ്ങൾ അല്ലെങ്കിൽ കേസ്, വഴക്ക് അതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. കിട്ടാനുള്ള പണം കുറേശ്ശെയായി കിട്ടാനുള്ള ഒരു എഗ്രിമെൻറ്റിലോട്ട് വന്നു ചേരുന്നതാണ്. പൊതുകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വാരം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടക രാശിക്കാരുടെ വാരഫലം പരിശോധിക്കാം. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ദോഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയില്ല. ചില വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കാം. ധനനഷ്ടം സംഭവിക്കാം. അതേപോലെ മാനഹാനി സംഭവിക്കാം. നമുക്ക് സത്യവിരുദ്ധമായി
നമ്മൾ പ്രവർത്തിച്ചു വന്ന അപവാദം കേൾക്കാം. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. കുടുംബത്തിലും ചില കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. വളരെ ശ്രദ്ധയോടുകൂടി നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ഇവയൊക്കെ ഒഴിവാക്കാവുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്ന ആകാംക്ഷയൊക്കെ ഒരു പരിധിവരെ നിവർത്തിക്കുന്നതാണ്. അതേപോലെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഇതേ ഫലമാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഔദ്യോഗിക രംഗത്തും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ മാനസിക പ്രയാസമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ ചെന്ന് പതിക്കുന്നതാണ്. ചില തീരുമാനങ്ങൾ അബദ്ധമായോ എന്ന് തോന്നുന്ന ഒരു വാരമായിരിക്കും ഇത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമായിരിക്കും ഇത്. എന്നാൽ ചില ദിവസങ്ങളിൽ അതിന് വിപരീതമായി വരുമാനം വരികയും ചെയ്യും. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. വരുമാനം ഇല്ലാത്ത ദിവസം വളരെയധികം ദുഃഖിക്കേണ്ട. അടുത്ത ദിവസം നമുക്കത് വരുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക. ദൂരദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ അനുകൂല ദിവസമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ കുട്ടികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാവുന്നതാണ്. കുട്ടികളെ കൊണ്ട് ചില മാനസിക പ്രയാസങ്ങൾ, അവരുടെ പെരുമാറ്റ രീതിയിലുള്ള വൈകല്യങ്ങൾ കൊണ്ട് നമുക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കീഴ് ജോലിക്കാരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള ഒരു വാരമായിരിക്കും ഇത്. കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയാര. കന്നിക്കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. വാരത്തിൻ്റെ അവസാനമാണ് നല്ല ഫലം കാണുന്നത്. ആദ്യകാലങ്ങളിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനെല്ലാം വാരത്തിൻ്റെ അന്ത്യത്തിൽ വളരെ അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നതാണ്. ദിവസവും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരികയും പ്രതീക്ഷ ഉളവാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വരുന്ന ആപത്തുകളെ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെ മനസ്സുകൊണ്ട് ഇത് എൻ്റെ നല്ലതിനാണ് എന്ന് തന്നെ ചിന്തിക്കുക. കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കടം കൊടുത്താൽ കിട്ടാനായി വളരെ ബുദ്ധിമുട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും സ്വന്തമായ സ്വകാര്യമായ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാന്തമായൊരു അന്തരീക്ഷമായിരിക്കും ഉണ്ടായിരിക്കുക. ഗൃഹത്തിലുണ്ടായിരുന്ന കലഹങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ വാരാന്ത്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായി വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ശാന്തമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നയാൾ വഴക്കിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാതെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. തസ്കര ഭയം അഥവാ മോഷണം മൂലം മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. വാഹനങ്ങൾക്ക് റിപ്പയർ മൂലം അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾക്ക് റിപ്പയർ മൂലം ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വാരഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഈ ആഴ്ച അത്ര ഗുണകരമായിരിക്കുകയില്ല എങ്കിലും ഈ വാരത്തിൻ്റെ അന്ത്യം, ആഴ്ചയുടെ അന്ത്യം ചില പ്രതീക്ഷകളെല്ലാം വരുന്നതാണ്. മനക്ലേശങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എല്ലാ തലത്തിലും ജീവിക്കുന്ന ആളുകൾക്കും ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്ന് പെടാനുള്ള ഒരു ആഴ്ചയാണ് ഇത്. എന്നാൽ എല്ലാത്തിനും വാരാന്ത്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും പ്രതീക്ഷകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അയവ് വരുത്താനായിട്ട് വാരാന്ത്യം ഉപയോഗപ്പെടുന്നു. അതേപോലെ തന്നെ ചില കേസ്, വഴക്ക്, സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെ പരിശോധിക്കാം. ആരോഗ്യസ്ഥിതി വളരെ മോശമായി കാണുന്നു. പുതിയ അസുഖങ്ങൾ വന്നുവിടാൻ സാധ്യതയുണ്ട്. എല്ലാം നമ്മുടെ സ്വയംകൃതാനർത്ഥ അസുഖങ്ങളായിരിക്കും. നമ്മൾ എപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വച്ചാൽ
പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ഈ ആഴ്ച ആപത്തുകളൊന്നും കാണുന്നില്ല. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോവുക. അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം, അവരുടെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇത്. പക്ഷേ ഇവർ എടുത്തുചാട്ടക്കാർ ആയിട്ട് കാണുന്നു. ഈ ആഴ്ച എടുത്തുചാട്ടം മൂലം പല അനർത്ഥങ്ങളും വന്നു ചേരാം. വിവേകത്തോടു കൂടി ചിന്തിക്കാതെ വളരെ വിശാലമായി ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് ആപത്ത് വരുത്തുന്ന ഒരു പ്രവണത ഈ രാശിക്കാർക്കുണ്ട്. ഈ രാശികളിൽ പലരും ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. നന്നായി ആലോചിച്ച് മാത്രം എന്തും ചെയ്യുക. ഒരു കാര്യം എപ്പോഴും പഠിക്കുക, നമ്മൾ ഒരാൾക്കും ധനം കൈമാറരുത്. ഈ ധനുക്കൂറുകാർ ധനം കൈമാറിയാൽ അവർക്കൊരിക്കലും അത് തിരിച്ചു കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ശത്രുക്കൾ ഏറെ ഉണ്ടാകുകയും ചെയ്യും. ആപത്തുകൾ അവരെ പിന്തുടരും. ശത്രുക്കൾ അവർക്കെതിരായി അവരെ പ്രതിയാക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ ആഴ്ച. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകണം. അതൊഴിച്ചാൽ വളരെ മനസ്സന്തോഷമുണ്ടാകുന്ന, സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് ശാന്തത ഉണ്ടാകുന്ന ഒരു വാരമാണ് ഇത്. ജീവിത പങ്കാളിയിൽ നിന്നും വളരെ സന്തോഷകരവും അനുകൂലവുമായ സഹകരണം പ്രതീക്ഷിക്കാവുന്നൊരു വാരമായിരിക്കും ഇത്. ദീർഘയാത്രയ്ക്ക് പോകുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. ബന്ധുസമാഗമത്തിനും അതേപോലെ ബന്ധുക്കളുമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനുമൊക്കെ നല്ല അനുകൂലമായൊരു സമയമായിരിക്കും. ദൂരയാത്ര പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു സമയമായി കാണുന്നു. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായൊരു സമയമാണ് ഈ വാരം. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ അര. മകരക്കൂറുകാർക്ക് ഇതേപോലെ വളരെ അനുകൂലമായൊരു വാരം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. ലോട്ടറി അടിക്കാനൊക്കെ യോഗമുള്ള ഒരു വാരമാണ്. സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയില്ല. ധാരാളം പണം കയ്യിൽ വന്നു ചേരുകയും അതുമൂലം സന്തോഷമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ബന്ധുമിത്രാദികളിൽ ചിലർക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമൂലം മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അതിനുവേണ്ടി ധനം ചെലവാക്കാനും സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കും സാധ്യതയുണ്ട്. അതേപോലെ ദൂരെ താമസിക്കുന്ന, അകലെ താമസിക്കുന്ന ബന്ധുക്കൾക്ക് ചില ആപത്തുകൾ വരുന്നതായിട്ട് കാണുന്നു. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ഇതെല്ലാമാണ് മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലം. അടുത്തതായി കുംഭക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ വാരം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ചിരിക്കാത്ത ചില സംഭവങ്ങൾ ഗ്രഹത്തിൽ വന്ന് ചേരാനായി സാധ്യതയുണ്ട്. ഗ്രഹോപകരണങ്ങൾ കേടുവരാനും അതുമൂലം ധനനഷ്ടം വരാനും വാഹനങ്ങൾക്ക് കേടുവരാനും ധനനഷ്ടം വരാനും ഒക്കെ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വളരെ ശാന്തമായ ഒരു സമയമാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് ഒരു പരിഹാരം കിട്ടുന്ന വാരമായിരിക്കും. വിദേശയാത്രയ്ക്ക് കൊതിക്കുന്നവർക്ക് തീർച്ചയായും അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു വാരമായിരിക്കും ഇത്. കയ്യിനോ കാലിനോ ചെറിയ ചതവ്, ഒടിവ് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ENT പ്രോബ്ലം, അതായത് തലയ്ക്ക്, കണ്ണിനും ചെവിക്കും മൂക്കിനുമൊക്കെ ചില ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പല്ലിന് ചികിത്സ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിച്ചാൽ കുംഭക്കൂറുകാർക്ക് വളരെ അനുകൂലമായൊരു വാരമായിരിക്കും. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഈ വാരം വളരെ നല്ല അനുകൂലമായ ഫലം തരുന്ന ഒരു വാരമാണ്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു വാരമാണ്. ഔദ്യോഗിക രംഗത്ത് നിന്ന് അനുകൂലമായ അനുമോദനങ്ങളും അതേപോലെ ധനം അല്ലെങ്കിൽ ശമ്പള വർധന ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു വാരമായിരിക്കും ഇത്. കായികാധ്വാനം ചെയ്യുന്നവർക്ക് അത്ര നല്ല വാരമല്ല. എന്നാൽ മറ്റ് ചില IT ഫീൽഡിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക്
വളരെ അനുകൂലമായ അംഗീകാരങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വാരമായിരിക്കും ഇത്. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായൊരു വാരമാണ് ഇത്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഉത്കണ്ഠയെല്ലാം മാറിക്കിട്ടുന്നതാണ്. സന്താന യോഗത്തിനും ഈ വാരം വളരെ അനുകൂലമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള ഒരു വാരമാണ്. വിവാഹം ഉറപ്പിക്കാനുമുള്ള ഒരു വാരമാണ്. ശാന്തമായി എല്ലാ കാര്യങ്ങളും മനസ്സിരുത്തി വിശകലനം ചെയ്ത് പഠിച്ചിട്ട് വേണം എന്തിലേക്കും ഇറങ്ങാൻ. ഒരുപാട് ടെൻഷൻ വരുന്ന ഒരു കൂറാണ് മീനക്കൂറ്. എക്സ്പീരിയൻസ്ഡ് സോളുകളാണ് ഈ കൂറിൽ ജനിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പല ജന്മങ്ങളിലെ ഒരുപാട് ഇൻഫർമേഷൻസ് തലയിലുള്ളതുകൊണ്ട് അവർക്ക് സ്ട്രെസ്സും ടെൻഷനും കൂടുതലാണ്. സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സ്ട്രെസ്സും ടെൻഷനും കൊണ്ടാണ് അവർക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. ആത്മവിശ്വാസം കൈവിടാതെ മുൻപോട്ട് പോകുക. വളരെ അനുകൂലമായൊരു വാരമായിരിക്കും. സ്വന്തമായി ഗ്രഹം നിർമ്മിക്കുന്നവർക്കും ഗ്രഹം വാങ്ങുന്നവർക്കും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ്. സഹായഹസ്തങ്ങൾ നമുക്ക് നീണ്ടുവരുന്നതാണ്. എല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് നമ്മുടെ ഈ വാരത്തിലെ ഫലം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വാരഫലം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ആഴ്ച എല്ലാവർക്കും സന്തോഷകരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ ഈശ്വരാധിഷ്ഠിതമായ ഒരു വാരം തന്നെ ആയിരിക്കട്ടെ, ഈശ്വര ചിന്തയോടുകൂടി മുൻപോട്ട് പോകുന്നൊരു വാരം തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ നമസ്കാരം. ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ.